ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ സം ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? Free body diagram is an isolated joint with only body force acting on it, isolated joint with internal force acting on it, isolated joint with all force internal as well as external acting on it, or none of this. Okay, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ പറയുന്നത് ഐസൊലേറ്റഡ് ജോയിൻറ്റ് വിത്ത് ഓൾ ഫോഴ്സസ് ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേർണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് അൺനോൺ ഇൻറ്റേർണൽ ഫോഴ്സ് ഇൻ ഈച്ച് മെമ്പർ ഓഫ് റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം ഈസ് ഗിവൺ ബൈ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഓക്കെ, നമ്മൾ റിജിഡ് ജോയിൻറ്റഡ് ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം. ഓക്കെ, ഇതാണ് നമ്മുടെ റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം. ഓക്കെ, ഇതാണ് നമ്മുടെ റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സെക്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ സെക്ഷൻ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ആകുന്നുണ്ട്. ഓക്കെ, വെർട്ടിക്കൽ ഫോഴ്സ് ആകുന്നുണ്ട്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ആകുന്നുണ്ട്, അതേപോലെ ഒരു മൊമെൻറ്റും ആക്ട് ആകുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ പോയിന്റ് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ കട്ട് ചെയ്താൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഫോഴ്സ് ആക്ട് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും? നമ്പർ ഓഫ് അൺനോൺ ഇൻറ്റേർണൽ ഫോഴ്സ് ഇൻ ഈച്ച് ഗിവൺ മെമ്പർ ഓഫ് റിജിഡ് ജോയിൻറ്റഡ് ഫ്രെയിം, സോറി റിജിഡ് ജോയിൻറ്റഡ് പ്ലെയിൻ ഫ്രെയിം ഈസ് ഗിവൺ ബൈ 3. ഓക്കെ, ആൻസർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, സോ 3 ഇൻറ്റേർണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A propped cantilever is indeterminate externally of 3 order ആണോ 4 ഡിഗ്രി ആണോ ഓർ ഫസ്റ്റ് ഡിഗ്രി ആണോ ഓർ തേർഡ് ഡിഗ്രി ആണോ? ഓക്കെ, നമ്മൾ പ്രോപ്ഡ് കാൻറ്റിലിവർ ആണ് കൺസിഡർ ചെയ്യുന്നത്. പ്രോപ്ഡ് കാൻറ്റിലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ പ്രോപ്ഡ് കാൻറ്റിലിവർ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്ഡ് കാൻറ്റിലിവർ. പ്രോപ്ഡ് കാൻറ്റിലിവർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ട്, വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്, അതേപോലെ മൊമെൻറ്റും ഉണ്ട്. ഓക്കെ, അതേപോലെ ഇവിടെയും നമ്മുടെ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ എത്രയായി ഫോഴ്സസ്? 4 ഫോഴ്സ് ഉണ്ട്. പ്ലസ് നമുക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ എത്രയുണ്ട്? ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ് നമുക്കറിയാം. ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 - 3 എന്ന് പറയുമ്പോൾ 1 കിട്ടും. സോ 1 ഡിഗ്രി ഓഫ് ഇൻ്റർഡിറ്റർമിനൻസി ആണ് നമ്മുടെ കാണിക്കുന്നത്. സോ ഫസ്റ്റ് ഡിഗ്രിയാണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ നമ്മുടെ ബാക്കി സെക്ഷൻ ഇപ്പോൾ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. മൈനസ് ഇക്വിലിബ്രിയം ഫോഴ്സസിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബീം ഈസ് സപ്പോർട്ടഡ് over the 3 roller lying in the same plane. The beam is stable for loading with no component perpendicular to the direction of beam only when no load except self-weight acts. Load with no components in direction of beam, any general loading. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഒരു ബീമിന്. നമുക്കൊരു ബീമിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് ബീം കൺസിഡർ ചെയ്യണം. അത് ഏതിലാണെന്ന് പറയുന്നത് ഒരു റോളറിലാണ് വെച്ചേക്കുന്നതെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലൈങ് ഇൻ 3 റോളേഴ്സ് ആണ് അല്ലേ? 3 റോളേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ലോഡിങ് വിത്ത് നോ കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബീം ഈസ് സ്റ്റേബിൾ. ബീം ഏത് കേസിലാണ് സ്റ്റേബിൾ ആവാത്തത് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബീം ഈസ് സ്റ്റേബിൾ ഫോർ ലോഡിങ് പെർപെൻഡിക്കുലർ. സോ ഒരു ലോഡ് പെർപെൻഡിക്കുലർ ആകുമ്പോഴാണോ സ്റ്റേബിൾ ആവുന്നത്? സ്റ്റേബിൾ ഒരിക്കലും ആവത്തില്ല. ഓക്കെ, നമ്മൾ ഈ കൺസിഡർ ചെയ്യത്തില്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി വെൻ നോ ലോഡ് എക്സെപ്റ്റ് സെൽഫ് വെയ്റ്റ് ആക്ട് ആകുമ്പോഴും ആവത്തില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോഡിങ് വിത്ത് നോ കമ്പോണൻറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ലോഡ്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ എപ്പം വരെ ഒരു ഹൊറിസോണ്ടൽ ലോഡ് അപ്ലൈ ചെയ്യത്തില്ല. ഓക്കെ, നമ്മളൊരു ഹൊറിസോണ്ടൽ ലോഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം നിന്ന് ഷിഫ്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ലോഡിങ് വിത്ത് നോ കമ്പോണൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബീം. ഓക്കെ, ഒരു കമ്പോണൻറ്റും ഹൊറിസോണ്ടലി ആക്ട് ആകുന്നില്ലെങ്കിൽ ബീം നമ്മുടെ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ബാക്കി ഒരു സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ തെറ്റാണ്. ഓക്കെ, സോ സി ആണ് കറക്റ്റ് ഓപ്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇൻ എ സിസ്റ്റം ഇഫ് എ സിസ്റ്റം ഹാസ് മോർ ഇക്വേഷൻ ഓഫ് ഇക്വിലിബ്രിയം ദാൻ നമ്പർ ഓഫ് ഫോഴ്സസ്. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിന് മോർ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഉണ്ട് ദാൻ നമ്പർ ഓഫ് ഫോഴ്സസ്, ദെൻ ദ സിസ്റ്റം ഈസ് ഇംപ്രോപ്പർലി കൺസ്ട്രെയിൻഡ്, പാർഷ്യലി കൺസ്ട്രെയിൻഡ്, സ്റ്റേബിൾ ഓർ നൺ ഓഫ് ദ എബവ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഈ ഒരു സെക്ഷനാണ്. ഓക്കെ, സോ ഈ ഒരു സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം വെർട്ടിക്കൽ ലോഡിങ് നമുക്ക് കൺസിഡർ ചെയ്യും FV ആണ്. ഓക്കെ, അതേപോലെ ഇവിടെ PX. സോ ഇവിടെ നമ്മൾ വെർട്ടിക്കൽ ലോഡിങ് കൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം FY. ഓക്കെ ഓക്കെ, ജനറലായിട്ട് ഞാൻ ഒരു സെക്ഷൻ എടുത്തതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇനി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 ഫോഴ്സ് ഉണ്ട്. FX ഈക്വൽ ടു 0 ആയിരിക്കണം, അതേപോലെ FY ഈക്വൽ ടു 0 ആയിരിക്കണം, അതേപോലെ മൊമെൻറ്റ് ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലേ? ഇക്വിലിബ്രിയം ഫോഴ്സസ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫോഴ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ FY അല്ലെങ്കിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ്സ് സംതിങ് അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റേഷനിൽ. പക്ഷേ PX പിന്നെ മൊമെൻറ്റും അവൈലബിൾ ആണ് ഇതിൽ. ഓക്കെ, മൊമെൻറ്റും അവൈലബിൾ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ PX എന്ന് പറയുന്നത് PXനെ റെസിസ്റ്റ് ചെയ്യാൻ ഒരു കമ്പോണൻസും ഇല്ല. അപ്പോൾ PS ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, PS ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നാണെങ്കിൽ ഈ ഫോഴ്സ് ഉണ്ട്, വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടായിരിക്കും, പ്ലസ് മൊമെൻറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഫോഴ്സസ് എന്ന് പറയുന്നത് കുറവാണ് ആസ് കമ്പയർഡ് ടു ഇക്വിലിബ്രിയം കണ്ടീഷൻ. സോ ഈ കണ്ടീഷനിലാണ് നമ്മുടെ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ പാർഷ്യലി കൺസ്ട്രെയിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫുള്ളി കൺസ്ട്രെയിൻ ആവത്തില്ല, പാർഷ്യലി കൺസ്ട്രെയിനേ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ B ആണ് കറക്റ്റ് ഓപ്ഷൻ. പാർഷ്യലി കൺസ്ട്രെയിൻഡ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് വി യൂസ് എ ലിങ്ക് സപ്പോർട്ട് in a structural system then how many unknowns would we have? ഓക്കെ, എത്ര അൺനോൺസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. 0 ആണോ, 1 ആണോ, 2 ആണോ, നൺ ഓഫ് എബവ് ആണോ? സോ നമ്മൾ ലിങ്കിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലിങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്ര അൺനോൺ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിങ്ക് സപ്പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലിങ്ക് എത്രയുണ്ടോ അത്രയും തന്നെ ആയിരിക്കും അൺനോൺസ്. അപ്പോൾ 1 അൺനോൺ ആയിരിക്കും. ഓക്കെ, ലിങ്കിൻ്റെ ഡയറക്ഷനാണ് വി യൂസ് ലിങ്ക് സപ്പോർട്ട് ഇൻ സ്ട്രക്ചറൽ സിസ്റ്റം ദെൻ ഹൗ മെനി അൺനോൺസ് വുഡ് ബി ഹാവ്. ഓക്കെ, അപ്പോൾ ലിങ്ക്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതാണ് ലിങ്കിൻ്റെ ഡയറക്ഷൻ അതേ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ അൺനോൺ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, next question. In the displacement method of structural analysis the basic unknown are displacement method ഓപ്ഷനിൽ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിൽ നമ്മുടെ അൺനോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻ്റ് ആണോ, ഫോഴ്സ് ആണോ, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഫോഴ്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഓക്കെ, ഒബ്വിയസ്ലി ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The statement that the deflection caused by any external force is equal to the partial derivative of strain energy with respect to that of force as per first theorem ആണോ, കാസ്റ്റിഗ്ലിനോസ് ഫസ്റ്റ് തിയറം ആണോ, കാസ്റ്റിഗ്ലിനോസ് സെക്കൻഡ് തിയറം ആണോ, തിയറം ഓഫ് മിനിമം സ്ട്രെയിൻ എനർജി ആണോ, മാക്സ്വെൽ തിയറം ആണോ? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കതിൽ കൺഫ്യൂഷൻ വരുന്നത് ഡിഫ്ലക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ deflection caused by the external force to deflection caused by external force to partial derivative of strain energy. ഓക്കെ, സോ നമ്മുടെ രണ്ടുണ്ട്. ഫോഴ്സ് ബൈ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ അത് ഫസ്റ്റ് തിയറമിലാണ് വരുന്നത്. അതേപോലെ ഫോഴ്സ് ബൈ സ്ട്രെയിൻ എനർജി ആണെങ്കിൽ നമ്മുടെ അത് വരുന്നത് സെക്കൻഡ് തിയറത്തിലാണ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ തെറ്റാൻ പാടില്ല. കാസ്റ്റിഗ്ലിനോസ് സെക്കൻഡ് തിയറമാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമ്മുടെ ഫോഴ്സ് ബൈ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് തിയറമാണ്, ഫോഴ്സ് ബൈ സ്ട്രെയിൻ എനർജി ആണെങ്കിൽ നമ്മുടെ സെക്കൻഡ് തിയറമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മൊമെൻറ്റ് required to rotate the near end of prismatic beam through unit angle without translation the far end being fixed is EL by L ആണോ, 2EL/L ആണോ, 3EL/L ആണോ, 4EI/L ആണോ? ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ദ മൊമെൻറ്റ് റിക്വയർഡ് ടു റൊട്ടേറ്റ് നിയർ എൻഡ് ഓഫ് ദ പ്രിസ്മാറ്റിക് ത്രൂ എൻ ആംഗിൾ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ ദ ഫാർ എൻഡ് ഈസ് ഫിക്സ്ഡ്. ഓക്കെ, ഫാർ എൻഡ് ഒരു എൻഡ് ഫിക്സ്ഡ് ആണ് അല്ലേ, ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓക്കെ, ഈ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ഹിഞ്ച്ഡ് ആണ്, ഈ ഒരു എൻഡ് ഹിഞ്ച്ഡ് ആണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിഫ്ലക്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഡിഫ്ലക്ഷൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ml/4ei അല്ലേ. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്? യൂണിറ്റ് ആംഗിൾ വിത്തൗട്ട് യൂണിറ്റ് ഡിഫ്ലക്ഷൻ എത്രയാണ്? യൂണിറ്റ് ആംഗിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് ആംഗിളിൽ 1 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ചോദിച്ചിരിക്കുന്നത് മൊമെൻറ്റിൻ്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4ei/L 4ei/L. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു കേസിൽ ആൻസർ. അപ്പോൾ 4ei/L ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അതേപോലെ ഫിക്സ്ഡ് ആണെങ്കിൽ 0 ആയിരിക്കും മൊമെൻറ്റം. അതേപോലെ നമ്മളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 3ei/L ആയിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറയുമ്പോൾ 4ei/L ആണ്. ഓക്കെ, സോ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ആക്സിയൽ ഡിഫോർമേഷൻ ഈസ് ഗിവൺ ബൈ. നമ്മുടെ റിസൾട്ടൻറ്റ് ഫോഴ്സ് സ്ട്രെസ് തന്നിട്ടുണ്ട്. സിഗ്മ എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലോഡാണ്. ഇത് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡിഫോർമേഷൻ ആണ്. സ്ട്രെയിൻ തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇതിൽ നമ്മൾ ഓൾറെഡി ആർസിസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഓക്കെ ഓക്കെ, പിന്നെ പ്ലസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് ബേസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡയഗ്രാം നമുക്ക് ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷനിൽ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഡിഫ്ലക്ഷൻ, ഇതാണ് നമ്മുടെ ലോഡ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് പി ഇൻറ്റു ഡെൽറ്റ അല്ലേ, ഹാഫ് പി ഇൻറ്റു ഡെൽറ്റ. അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് കൺസിഡർ ചെയ്യാം. ദ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഏതിനാണ് ബെസ്റ്റ് സ്യൂട്ടബിൾ? ഇൻ ഡിറ്റർമിനൻറ്റ് പിൻ ജോയിൻറ്റ് സ്ട്രെസ് ആണോ, റിജിഡ് ഫ്രെയിം ആണോ, സ്പേസ് ഫ്രെയിം ആണോ, ട്രസ്ഡ് ബീം ആണോ? ഓക്കെ, നമ്മുടെ ബേസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മുടെ കണ്ടിന്യൂസ് ബീമിൻ്റെ കേസിലും സ്യൂട്ടബിൾ ആയിരിക്കും, പ്ലസ് റിജിഡ് ഫ്രെയിമിൻ്റെ കേസിലും സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് കണ്ടിന്യൂസ് ബീമിലും റിജിഡ് ഫ്രെയിമിലും ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. The economical spacing of trusses varies from L/3 to L/4, L/4 to L/5, L/4 to L/6, none. അത് കൂടുതൽ വാല്യൂ ആണ്. സോ economical spacing varies from L/4 to L/5. Okay. Next question. The sag tie in a truss mainly used to reduce. Sag tie എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ sag tie നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് നമ്മുടെ ഫ്രെയിം ആണ്. ഓക്കെ, നമ്മുടെ ഫ്രെയിം. ഓക്കെ, ഇങ്ങനത്തെ ഒരു റിപ്രസെൻറ്റേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. സാഗ് ടൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ബിക്കോസ് സാഗ് ടൈ എന്ന് പറഞ്ഞാൽ നമുക്ക് സാഗിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ടൈ. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സാഗ് ടൈ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ സാഗ് ടൈ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സാഗ് ടൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് അത് ചെയ്യുന്നത്? അത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ സാഗ് ആവാതിരിക്കാൻ വേണ്ടി റെസ്ട്രെയിൻ ചെയ്യും. സാഗിങ് മൂവ്മെൻറ്റിനെ റെസ്ട്രെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സാഗ് ടൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ റെസ്ട്രെയിൻ ആയാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും? ഇതിൽ ഒന്നെങ്കിൽ മൊമെൻറ്റ് വരും, പ്ലസ് ഇതിൽ ഡിഫ്ലക്ഷൻ വരും അല്ലേ. ഇതിൽ ഡിഫ്ലക്ഷനും വരാൻ സാധ്യതയുണ്ട്, പ്ലസ് മൊമെൻറ്റും ട്രാൻസ്ഫർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സാഗ് ടൈ നമ്മൾ പ്രൊവൈഡ് ചെയ്ത മൊമെൻറ്റും ഡിഫ്ലക്ഷനും നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ മൊമെൻറ്റ് ആൻഡ് ഡിഫ്ലക്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് നോട്ട് യൂസ്ഡ് ഇൻ മേക്കിംഗ് ട്രസ്സസ്. ട്രസ്സസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏത് മെറ്റീരിയലാണ് അഡോപ്റ്റ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിരുന്നത്. വുഡൻ സ്ട്രട്ട് ആണോ, മെറ്റൽ ബാസ് ആണോ, ചാനലാണോ, കോൺക്രീറ്റ് ആണോ? ഒബ്വിയസ്ലി കോൺക്രീറ്റ് ആണ് അല്ലേ. നമ്മൾ ജസ്റ്റ്ലി ട്രസ്സസ് കൺസിഡർ ചെയ്യുമ്പോൾ കോൺക്രീറ്റ് അഡോപ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഡിറ്റർമൈൻ ദ ഫോഴ്സ് ഇൻ ബി ഡി. ബി ഡി എന്ന് പറഞ്ഞാൽ ഏതാണ്? ബി ഡി എന്ന് പറഞ്ഞാൽ ഈ ആണ് ബി ഡി. ഓക്കെ, സോ ഡിറ്റർമൈൻ ദ ഫോഴ്സ് ഇൻ ബി ഡി. ബി ഡിയിൽ നമ്മൾ ഫോഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഷോൺ ഇൻ ദ ഫിഗർ ബിലോ എ സെക്ഷൻ ഈസ് പാസ്ഡ് ത്രൂ ബി ഡി, സി ഡി ആൻഡ് സി ഇ. ദ മൊമെൻറ്റ് ടേക്കൺ അബൌട്ട്. സോ മൊമെൻറ്റ് ഏതിലാണ് എടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ സെക്ഷൻ പാസ് ചെയ്യുന്നതാണ് ബി ഡി, സി ഡി ആൻഡ് സി ഇ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ലൈനാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കി സെക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക്
ഓക്കെ, നമുക്ക് ഇങ്ങനെ ആയിരിക്കും സെക്ഷൻ, അല്ല ഇങ്ങനെ ആയിരിക്കും സെക്ഷൻ. ഞാൻ കട്ട് ചെയ്ത സെക്ഷനാണ് പറയുന്നത്. ഓക്കെ, കട്ട് ചെയ്ത ആ സെക്ഷനെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ ബി ഡി ആക്ട് ആവുന്നത്, ഫോഴ്സ് ബി ഡി ആക്ട് ആകുന്ന ഒരു ലൈൻ ഓഫ് ആക്ഷനാണിത്. അതേപോലെ ഇത് എന്ന് പറയുന്നത് സി ഡി ആക്ട് ആവുന്നത്, ഫോഴ്സ് സി ഡി ആക്ട് ആവുന്നതാണ്. അതേപോലെ ഇതെന്ന് പറയുന്നത് ഫോഴ്സ് സി ഇ ആക്ട് ആവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് സി പോയിന്റ്, ഇതാണ് ബി പോയിന്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏത് പോയിന്റിൽ മൊമെന്റ് എടുത്താലാണ് നമുക്ക് ബി ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ സിയിലാണ് നമ്മൾ എടുക്കേണ്ടത്, ബിക്കോസ് സി ഡിയുടെയും സിയുടെയും ലൈൻ ഓഫ് ആക്ഷൻ കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ 0 ആയിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഇത് ക്യാൻസൽ ഔട്ട് ആകും. സോ അപ്പോൾ നമുക്ക് ബി ഡി ഇതിൻ്റെ ഹെൽപ്പ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബി ഡി മാത്രമാണ് പിന്നെ ബാക്കിയുള്ളത്. സോ ഈസിലി ബി ഡി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത് ജോയിൻറ്റ് സിയിലായിരിക്കും. ഓക്കെ, ആൻസർ നോർമൽ ജോയിൻറ്റ് സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ കണ്ടാൽ മതി, മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ്, ഫോർ ഡിറ്റർമൈനിങ് ദ ഫോഴ്സസ് ഇൻ ബീം ഓഫ് ദ സ്ട്രെസ്സസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ ബൈ ദ മെത്തേഡ് ഓഫ് സെക്ഷൻ, the section is made to pass through AB, AD, ED and the moment are taken about. ഈ സെക്ഷനിൽ നമ്മുടെ മൂവ്മെൻറ്റ് ഏതാണ്, ഏത് സെക്ഷനിലാണ് എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിലെങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നത് സെക്ഷൻ എ ബി എ ഡി ആൻഡ് ഇ ഡി, എ ബി എ ഡി ആൻഡ് ഇ ഡി. ഓക്കെ, ഇതിലും സെയിം ആണ്, അതേ മെത്തഡോളജിയാണ്. സോ നമ്മളിവിടെ ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ, ഫോഴ്സ് വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഏതിലാണ് കണ്ടുപിടിക്കേണ്ടത്, എ ബിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ ബിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ ബിയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് സെക്ഷനിലായിരിക്കും നമുക്ക് മൊമെൻറ്റ് എടുക്കേണ്ടത്, മൊമെൻറ്റ് ടേക്കൺ അബൌട്ട് ഡി പോയിന്റിലായിരിക്കും, ബിക്കോസ് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ 0 ആണ്. എ ഡിയും ഡിയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്ഷൻ 0 ആണ്. അപ്പോൾ ജോയിൻറ്റ് ഡിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ കമ്പൗണ്ട് ട്രസ് മേ ബി ഫോംഡ് ബൈ കണക്ടിങ് 2 സിമ്പിൾ റിജിഡ് ഫ്രെയിം ബൈ 2 ബാർസ് ആണോ, 3 ബാർസ് ആണോ, 3 പാരലൽ ബാർസ് ആണോ, 3 ബാർസ് ഇൻ്റർസെക്റ്റിംഗ് അറ്റ് എ പോയിന്റ് ആണോ. സോ നമ്മൾ ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ 2 ഫ്രെയിമാണ് കൺസിഡർ ചെയ്യുന്നത്. കമ്പൗണ്ട് ട്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കമ്പൗണ്ട് ട്രസ് മേ ബി ഫോംഡ് ബൈ കണക്ടിങ് 2 സിമ്പിൾ റിജിഡ് ഫ്രെയിം. ഓക്കെ, നമുക്ക് ഇതിനാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എത്ര ബാർ യൂസ് ചെയ്താലാണ് ഇത് കണക്ട് ആകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ബാർ എന്തായാലും നമുക്ക് മിനിമംലി അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി 2 ബാർ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. പ്ലസ് ഒരു സ്റ്റെബിലിറ്റിക്ക് നമ്മൾ ഈ ഒരു ബാർ കൂടെ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എത്രയാണ് മിനിമം കൺസിഡർ ചെയ്യുന്നത്, 3 ബാറാണ് നമ്മൾ മിനിമം നമ്മുടെ സ്റ്റെബിലിറ്റിക്ക് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ബാർസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതായിരുന്നു ഫസ്റ്റ് ബാർ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ബാർ, ഇതാണ് നമ്മുടെ തേർഡ് ബാർ. ഓക്കെ, അപ്പോൾ 3 ബാർസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഇൻഫ്ലുവൻസ് ലൈൻ ഫോർ ബെൻഡിങ് മൂവ്മെൻറ്റ് ഇൻഡിക്കേറ്റ്? ഇൻഫ്ലുവൻസ് ലൈൻ ബെൻഡിങ് മൂവ്മെൻറ്റിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബെൻഡിങ് മൂവ്മെൻറ്റ് അറ്റ് എനി സെക്ഷൻ ഓൺ സ്ട്രക്ചർ ഓഫ് എ ഗിവൺ പൊസിഷൻ ഓഫ് ദ ലോഡിനെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെൻഡിങ് മൂവ്മെൻറ്റ് അറ്റ് ദ ഗിവൺ സെക്ഷൻ ഫോർ എനി പൊസിഷൻ ഓഫ് എ പോയിന്റ് ലോഡിനെയാണോ അതോ ഗിവൺ പൊസിഷൻ ലോഡിനെയാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൂവ്മെൻറ്റ് അറ്റ് എ ഗിവൺ സെക്ഷൻ ഫോർ എനി പൊസിഷൻ ഓഫ് എ പോയിന്റ് ലോഡ്. സോ പോയിന്റ് ലോഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ സെക്ഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ പ്ലീസ് ഒരു കമൻറ്റ് ചെയ്ത് അറിയിക്കുക, പ്ലസ് ലൈക്ക് ചെയ്ത് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്.